നമസ്കാരം. പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. ഈ പാട്ട് കേട്ടാൽ നോവുന്നത് സഖാക്കൾക്ക് മാത്രം. എന്തുകൊണ്ട്? ശബരിമലയിൽ സ്വർണം കാണാതായപ്പോൾ മൗനം പാലിക്കുന്നവർ അവരാണ്. വിശ്വാസത്തെ തൊടുന്ന പാട്ടല്ലിത്. ഇടത് രാഷ്ട്രീയത്തെ പൊള്ളിക്കുന്ന സത്യമാണ്. അയ്യപ്പന്റെ പേരിൽ നടന്നത് ഭക്തിയല്ല, കവർച്ചയാണ്. ഹിന്ദു വിശ്വാസവും അയ്യപ്പ ഭക്തിയും വ്രണപ്പെട്ടുവെന്ന് പുകമറ ഉണ്ടാക്കുന്നതും CPM. അയ്യപ്പന്റെ പേരിൽ കണ്ണീർ ചൊരിയുന്നത് വിശ്വാസത്തിന് വേണ്ടിയല്ല, സ്വർണ്ണക്കൊള്ളയിൽ വിരളി പിടിച്ചാണ്. പാട്ടുണ്ടാക്കാൻ പോലും ഭയം തോന്നുന്ന കേരളമോ ഇത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കുന്നു. ചോദ്യം ഉയർന്നാൽ മുദ്രകുത്തൽ, വിമർശിച്ചാൽ വേട്ട. CPMന്റെ പുതിയ രാഷ്ട്രീയം. ഇതാരുടെ നിർദ്ദേശത്തിൽ? പോറ്റിയെ കേറ്റിയെ പാട്ടുണ്ടാക്കിയവർക്കെതിരെ കേസെടുക്കുന്നതിനെ സഖാക്കൾ ഒഴികെ കേരളം ഒറ്റക്കെട്ടായി എതിർക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പാട്ടിൽ വിറയ്ക്കുന്ന CPM. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് സൈബർ സ്പേസിൽ നിന്ന് നീക്കം ചെയ്തു വരികയാണ് സൈബർ പോലീസ്. പാട്ടിന്റെ അവതാരകർക്കെതിരെ, പാട്ട് നിർമ്മിച്ചവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. 4 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. അതിനാൽ ഈ പാട്ട് പ്രചരിച്ചവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞു. അതിനാലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഈ പാട്ട് നീക്കം ചെയ്യുന്നത്. ഇതിനകം കേരളം നെഞ്ചേറ്റിയ പാട്ട്, അത് CPM ഒഴികെ, ഇടതുപക്ഷം ഒഴികെ മറ്റു പാർട്ടികളെല്ലാം ഏറ്റെടുത്ത ഒരു പാട്ട് കൂടിയാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി പ്രചരിച്ച ഒരു പാട്ടാണ്. ഇതിപ്പോൾ CPMനെയും സർക്കാരിനെയും പൊള്ളിക്കുകയാണ്. എന്തുകൊണ്ട്? കാരണം സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും സ്വർണ്ണക്കൊള്ള നടന്ന ശബരിമലയിൽ ഇതിന്റെ പേരിൽ നടന്ന അഴിമതിയെക്കുറിച്ചുമാണ് ഈ പാട്ടിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് CPMനെയും സർക്കാരിനെയും പൊള്ളിക്കുകയാണ്. ശ്രീ റജി ലൂക്കോസ്, ശ്രീ യുവരാജ് ഗോകുൽ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ MK ഹരിദാസ് എന്നിവർ ചേരുന്നു. ശ്രീ റജി ലൂക്കോസ്, എന്തിനു വേണ്ടിയാണ് ഈ കേസ്? എന്തിനാണ് CPM ഇതിനൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? മഞ്ജുഷ, ആദ്യം ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ഞാൻ ശ്രമിക്കുക. പാർട്ടിയോ LDFോ ഇതുവരെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല, ഇതിനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. അത് ഞാൻ പറയാൻ കാരണം, ഇവിടെ തിരുവാഭരണ സംരക്ഷണ പാത എന്ന് പറഞ്ഞ ഒരു സംഘടന ഒരു പരാതി കൊടുത്തു. ആ പരാതി കൊടുത്ത സംഘടനയിൽ തന്നെ അങ്ങനെ ഒരു സംഘടന ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല, ഭിന്നിപ്പ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. അത് പോലീസിൽ DGPക്ക് പരാതി കൊടുത്തു. DGP അത് താഴോട്ട് പാസ് ചെയ്തു. ഒരു പരാതി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷിക്കും. ആ അന്വേഷണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വിട്ടോ. ഇന്നലെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഇതിനെതിരെ പറഞ്ഞിരുന്നു. ഇന്ന് മന്ത്രി V ശിവൻകുട്ടി പറയുന്നു. ഇതിൽ സംശയമില്ല, CPMന്റെ നിലപാട് അത് തന്നെയാണ്, ഈ പാട്ടിനെതിരെ തന്നെയാണ്. ഹിന്ദു മതവിശ്വാസത്തിന് എതിരാണ് ഈ പാട്ട്. അതുപോലെ തന്നെ അയ്യന്റെ പേരിൽ വോട്ട് ചോദിക്കുകയായിരുന്നു, അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഈ രണ്ട് കാര്യങ്ങളുമാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. രാജു കൃത്യമായിട്ട് ഇക്കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു. അല്ല, ഞാൻ അതിലേക്ക് വരുന്നില്ല. ഞാൻ കേട്ടതാണ് തന്നെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട രാജു എബ്രഹാം ഇങ്ങനെ ഒരു പരാതി കൊടുത്തുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, പരാതി കൊടുത്തു, അത് ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ പരാതി മുന്നോട്ട് പോകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കൊണ്ട് CPM ഒരു പരാതി കൊടുക്കുകയോ CPM പരാതി കൊടുത്തതായിട്ട് അവകാശപ്പെടുകയോ ചെയ്തിട്ടില്ല. ഏത് അയ്യപ്പ ഭക്തനെയാണ് ഇത് വ്രണപ്പെടുത്തിയിട്ടുള്ളത്? ഇത് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള എന്ന യാഥാർത്ഥ്യം, അതിനെക്കുറിച്ചുള്ള പാട്ടാണിത്. അല്ലാതെ അയ്യപ്പനെതിരായിട്ടുള്ള ഒരു പാട്ടല്ല, മതവിശ്വാസത്തിനെതിരെയുള്ള ഒരു പാട്ടല്ല. ഇത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതിൽ തിഴലിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് CPM പോലെയുള്ള ഒരു പാർട്ടി കാണാത്തത് എന്നുള്ളതാണ്. ഇതിനൊന്നും ഒരു കേസെടുക്കുവാൻ ഒരു സൗകര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് CPM നേതാക്കൾ വരുന്നില്ല? സ്വർണ്ണക്കൊള്ളയിൽ എങ്ങനെയാണോ മൗനം, അതുപോലെ തന്നെയാണ് ഇവിടെ. മൗനമൊന്നുമല്ല, പരസ്യമായിട്ടുള്ള എതിർപ്പാണ്. രാജു പറഞ്ഞാൽ മതി. അത് ശിവൻകുട്ടി പറഞ്ഞുകൂടി കേൾക്കാം. വിദ്യാഭ്യാസ മന്ത്രി, അതിലേക്കൊന്ന് പോകാം. മന്ത്രിയുടെ വാക്കുകൾ. പാരഡി ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട് ധാരാളം. അതിന് തന്നെ ഒരു പ്രത്യേക ഒരു സ്പേസ് നമ്മുടെ കേരളത്തിൽ ഉണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു കാരണവശാലും വേദനപ്പെടുത്താൻ വേണ്ടി പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ നല്ലതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ ആരാധന നടത്തുവാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. കേരളത്തിന് പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ, മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ഒരു ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാർട്ടിക്കാരൻ നമുക്കത് അംഗീകരിക്കാൻ പെടാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല.
അപ്പോൾ അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള സൂചിപ്പിക്കാനുള്ളത്. ആരെ വ്രണപ്പെടുത്തി എന്നാണ് ശ്രീ റെജി ലൂക്കോസ്? സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുമ്പോൾ സഖാക്കളെ വ്രണപ്പെടുത്തൂ, അതല്ലാതെ അയ്യപ്പനെ അല്ല അവിടെ കുറ്റം പറയുന്നത്. അല്ല, ഒരു പാട്ട് കേട്ടോട് വ്രണപ്പെടുന്ന മനസ്സൊന്നുമല്ല സഖാക്കളുടെ, പദം വന്ന മനസ്സാ. അങ്ങനെയൊന്നും നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പാട്ടിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിന് മുറിവേൽക്കും എന്ന് ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി പറഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ പ്രോത്സാഹനെ തൊട്ടാൽ പൊട്ടുന്ന സമൂഹമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു. ആ സമയത്ത് ഇതുപോലത്തെ എന്തെങ്കിലും അവർക്ക് വ്രണപ്പെടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാന്ന് പറയുന്നതിന് എന്ത് തെറ്റിരിക്കുന്നത്? അതേ ഉള്ളൂ. അല്ലാതെ ഇതിനെതിരെ CPM ഒരു കേസ് കൊടുക്കുകയോ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക നിലപാട് സ്വീകരിക്കുകയില്ല. വ്യക്തിപരമായിട്ട് ഞാൻ പറയാം, വ്യക്തിപരമായിട്ട് ഈ പാർട്ടി ഗാനത്തിനോട് ഈ വിയോജിപ്പുള്ള ഒരാളല്ല ഞാൻ. കാരണം ബഹുമാനപ്പെട്ട VD രാജപ്പൻ എന്റെ നാട്ടുകാരനാണ്. ഞാനൊക്കെ ചെറുപ്രായം മുതലേ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ട് ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. പാർട്ടി ഗാനങ്ങൾക്ക് ഒരു ദിശാബോധം കൊണ്ടുവന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഈ പറയുന്ന കല്ലും മുള്ളും ശബരിമലയ്ക്ക് എന്നുള്ള പാട്ടിലൊക്കെ പാർട്ടി ഗാനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന രീതിയിലല്ല, വളരെ ഹാസ്യാത്മക രീതിയിലാണ്. ഇവിടെയും ആക്ഷേപഹാസ്യമാണ് ശ്രീ റെജി ലൂക്കോസ്. താങ്കൾ ശരി, എനിക്കറിയാം താങ്കൾ ഇത് വ്യക്തിപരമായിട്ട് ഇതിന് എതിരെയല്ല. പക്ഷെ ഇവിടെ മന്ത്രിയൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നുന്നു ആരുടെയൊക്കെയോ വിശ്വാസങ്ങൾ ഇവിടെ വ്രണപ്പെട്ടുവെന്ന്. അങ്ങനെയൊന്നും ഇതിൽ അർത്ഥമാക്കേണ്ടതില്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഒരു പരാതി വന്നിട്ടുണ്ട്, ഏതോ ഒരു വ്യാജ സംഘടനയുടെ പേരിൽ ഒരാൾ പരാതി കൊടുത്തു, അതിലാണ് പോലീസ് ആക്ട് ചെയ്തിരിക്കുന്നത്. സർക്കാരിന് ഇടപെടാമല്ലോ, കാരണം ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. CPM കൃത്യമായിട്ടുള്ള സേയുള്ള ഒരു സർക്കാരാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ എന്നും വിലപിടിച്ച ഒന്നായി കാണുന്ന ഒരു പാർട്ടിയുമാണ്. എന്നിട്ടാണ് ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് എങ്ങനെ കണക്കാക്കാതിരിക്കും? ഇതിനേക്കാൾ വലിയ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. കാരണം ആരെയും വേദനിപ്പിക്കാതെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള അഴിമതിക്കാരെ മാത്രം വേദനിപ്പിക്കുന്ന ഒന്നാണ് ഈ പാട്ട്. അല്ല, നമ്മൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ഭരണഘടന പറയുന്നതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയോ സമൂഹത്തിനെയോ മറ്റോ വേദനിപ്പിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അല്ല അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത്. എന്ത് തോന്നുന്നു പറയാം. ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ വരുന്ന തോന്നിയാസങ്ങൾ, വ്യക്തിഗതികൾ, സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള വ്യാജ എന്താ പറയുക മാത്രമേ വേദനിപ്പിച്ചിട്ടുള്ളൂ. ഈ പ്രസാദ് കുഴിക്കാലേക്ക് വേദനിക്കുന്നുവെങ്കിൽ അതങ്ങ് വേദനിക്കട്ടെന്നേ അവിടെ. അല്ല, അങ്ങനെയല്ല. നമ്മള് നിയമം ഉള്ള ഒരു നാടാണല്ലോ. ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പരാതി കൊടുത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് പരാതി വ്യാജമാണോ അല്ലോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റുള്ളൂ. ഇത് സൈബർ സ്പേസിൽ നീക്കം ചെയ്തു തുടങ്ങി. അല്ല, ഇത് നീക്കം ചെയ്തു തുടങ്ങി. ഈ പാട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെയും ഇനി നടപടി വരാൻ പോവുകയാണ്. നീക്കം ചെയ്തോളാൻ പറഞ്ഞിരിക്കുകയാണ്. നീക്കം ചെയ്തു വരികയാണ് ഇപ്പോൾ. അല്ല, അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് അത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അവർക്ക് തോന്നി കാണുമായിരിക്കും അത് തെറ്റാണെന്നുള്ളത്. ആ തോന്നലാണ് ഒരുപക്ഷെ അതിന്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. അവര് തോന്നി കാണുമായിരിക്കും. അങ്ങനെയൊന്നുമല്ല, ബലം പ്രയോഗിച്ച് തന്നെ നീക്കം ചെയ്യുകയാണ്. പേടിച്ചിട്ട് നീക്കം ചെയ്യുന്നവരുണ്ട്. ശ്രീ MK ഹരിദാസ്, ഇതിപ്പോൾ ഈ വിമർശനങ്ങളിലൊന്നും ഭയമില്ല. പദം വന്ന ഒരു പാർട്ടിയാണ് CPM, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ആരുമല്ല ഇതിന് പിന്നിലെന്ന് റെജി ലൂക്കോസ് പറയുന്നു. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? നോക്കൂ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്നവരാണ് നമ്മുടെ ഇടതുപക്ഷത്തിന്റെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് CPM പ്രവർത്തകർ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാതലായ ഭാഗത്തെക്കുറിച്ച് അദ്ദേഹം ഇട്ടിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അത്രയധികം നമ്മൾക്ക് ഇൻസ്പിറേഷൻ തരുന്ന ഒരു വരികളായിരുന്നു അത്. അത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് അതിന്റെ ബോധവൽക്കരണം നടത്തുന്ന ഒരു പാർട്ടി കേരളം ഭരിക്കുമ്പോൾ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതിൽ എന്തർത്ഥമാണ് റെജി ലൂക്കോസ് ഉള്ളത്? അതായത് ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാക്കളോ CPM ഈ വിഷയത്തിൽ ആർക്കും അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോൾ കേരള പോലീസ് ഇവിടെ നടക്കുന്നത് ശരിയാണ്. കേരള പോലീസ് അവരുടെ ഇഷ്ടത്തിനാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെ കേരള പോലീസിനെ നിയന്ത്രിക്കാനും ഇതിന് കേസ് എടുക്കണ്ട എന്ന് പറയാനും എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ തയ്യാറായില്ല? ആ ചോദ്യത്തിനല്ലേ ഏറ്റവും വലിയ പ്രസക്തിയുള്ളത്. നോക്കൂ, ഇവിടെ ഈ ആദ്യമായിട്ടൊന്നുമല്ല ഈ നമ്മുടെ ഇത്തരത്തിലുള്ള പാരഡി ഗാനങ്ങൾ. താങ്കൾ പറഞ്ഞത് തന്നെയാണ് ഞാനും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ആവർത്തിക്കപ്പെടുകയാണ്. ശങ്കരാഭരണം എന്ന് പറയുന്ന വലിയൊരു സിനിമയിലെ ഏറ്റവും മനോഹരമായ ഒരു ഗാനത്തെ VD രാജപ്പൻ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിലെ പാരഡി ഗാനമാക്കി മാറ്റിയപ്പോൾ ആസ്വദിച്ച് കൈയടിച്ചവരാണ് മലയാളികളും ഇന്ത്യയിലുള്ള മറ്റു ഭാഷക്കാരും വരെ. അപ്പൊ അന്നൊന്നും എന്റെ VD രാജപ്പനെതിരായിട്ട് ഇവിടെ സർക്കാർ ഉണ്ടായിരുന്നില്ലേ? ഇവിടെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ കോൺഗ്രസ്സുകാർക്ക് ഇതിൽ വല്ലാണ്ടി ഒന്നും കലിപ്പിളകേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ഈശ്വര വാര്യരുടെ മകൻ രാജന്റെ മരണത്തിനിടയാക്കിയ ഒരു പ്രശ്നം പറയുന്നത് കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുംഭനോ ചുനകനോ എന്നുള്ള പാട്ട് അദ്ദേഹം
പാരഡി ആയിട്ട് പാടുമ്പോൾ ആ മറ്റേ ഹാളിൽ ഉണ്ടായിരുന്ന ഒരു അന്നത്തെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്ക് പൊള്ളുകയും അതിനെ തുടർന്നാണ് രാജനെ കസ്റ്റഡിയിൽ എടുത്തത് എന്നും പറഞ്ഞുകൊണ്ടാണ് പിന്നീടുള്ള പ്രശ്നങ്ങൾ കക്കയം ക്യാമ്പും പുലിക്കോടൻ നാരായണനും ജയറാം പഠിക്കലും ഒക്കെ രംഗത്ത് വരാനും ഇത്തരത്തിൽ കേരളത്തിലെ വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കേണ്ട പ്രശ്നമുണ്ടായതും ഒരു പാരഡി ഗാനമാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ ഉത്തരവാദി ഇടതുപക്ഷമോ അതുമാതിരി തന്നെ CPM അല്ല കോൺഗ്രസ് പാർട്ടിയാണെന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. പിന്നെ നിങ്ങൾ ഈ ഇതിനെതിരെ കേസെടുക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത എന്താ? 2026 മെയ്യിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയത്തിൽ ജനങ്ങള് ഈ കേസെടുത്ത സർക്കാർ എന്ന നിലയ്ക്ക് ഒരു പൊൻതൂവൽ നൽകിക്കൊണ്ട് ഇപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നേരിട്ടിട്ടുള്ള പരാജയത്തിന്റെ ഭീതി മറിഞ്ഞ് ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു എന്നാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാരഡി ഇറക്കിയത് ഇത്ര വലിയൊരു കുറ്റമായിട്ടൊന്നും കാണാൻ പറ്റില്ല. കാരണം ഇതേ പാരഡി ഗാനം കലാപവും മണിയും നാദിർ ഷയും പാടുന്നത് നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇവിടെ എന്റർടൈൻമെന്റ് ചാനലുകൾ ഇത്തരത്തിൽ പാരഡി ഗാനം അവതരിപ്പിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ 1 മണിക്കൂർ സ്റ്റേജ് വിട്ടുകൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇന്ന പാട്ടെന്നില്ല, എല്ലാ പാട്ടുകളും, ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കേസും കൂട്ടം ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ ഭക്തിഗാനങ്ങളാവട്ടെ എല്ലാ ഗാനങ്ങളെയും അദ്ദേഹം നിത്യേന എന്നോണം പാരഡി ഗാനങ്ങളാക്കി അവതരിപ്പിക്കുന്നുണ്ട്. അത് നമ്മളൊക്കെ കേൾക്കുന്നതാണ്. അപ്പൊ അത്തരക്കാർക്കൊന്നും കേസില്ലെന്നും പഞ്ചായത്ത് ഇത് റജി ലൂക്കോസ് ഒരു കാര്യം മനസ്സിലാക്കുക, പെരയ്ക്ക് തീ വെച്ച കാരണവരെ അതുകൊണ്ടരിശം തീരാഞ്ഞയ്യോ പെരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് കുഞ്ചൻ നമ്പ്യാരെ എഴുതിയിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനിൽ പറ്റിയിട്ടുള്ള അങ്ങേയറ്റം വലിയൊരു പരാജയത്തിന്റെ ഭീതി മറക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു കേസ് എടുത്തുകൊണ്ട് മുൻപോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം ബാലിശമായി പോയില്ലേ? നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യങ്ങൾക്ക് ചേർന്നതാണോ? ഈ മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ? കാരണം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ എന്നും മുറുകെ പിടിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം ജനങ്ങളെ ധരിപ്പിച്ച് അവശനായിക്കൊണ്ടാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തില് ഇത് അങ്ങേയറ്റം അപലപനീയമായി പോയി. ഒരു കാരണവശാലും ഇത്തരത്തിലൊരു കേസ് എടുക്കരുതായിരുന്നു. കേസെടുത്തുകൊണ്ട് UDF-ന് മൈലേജ് കൂട്ടാനല്ലാതെ അവർക്ക് യാതൊരുവിധ നെഗറ്റീവ് പോയിന്റുകളും ഇതോടുകൂടി വരാനില്ല. യുവരാജ് ഗോകുൽ കൂടി ചേരുകയാണ്. ശ്രീ യുവരാജ് ഗോകുൽ, ഇത് UDF മാത്രമല്ലോ, BJPയും ഈ പാട്ട് ഉപയോഗിച്ചിട്ടില്ലേ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ? അത് ഇപ്പോൾ പറയുന്നത് ഹിന്ദു വിശ്വാസത്തെ അപമാനിക്കുന്ന രീതിയിലുള്ളതാണ്, അതുപോലെ തന്നെ അയ്യപ്പനെ അവഹേളിക്കുന്ന രീതിയിലുള്ളതാണ് ഈ പാട്ടിന്റെ വരികൾ എന്നാണ് ഇപ്പോൾ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അത് CPM ഏറ്റെടുക്കുകയാണ്. മഞ്ജുഷേ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. പക്ഷേ നമ്മുടെ ചില ട്രോൾ ഗ്രൂപ്പുകൾ ഫേസ്ബുക്കിൽ, പർട്ടിക്കുലർലി ഇടത് ചായ്വുള്ള ഗ്രൂപ്പുകൾ അതിനെ ഒരു വലിയ എന്താണ് പരിഹാസ്യമാക്കി മാറ്റിയായിരുന്നു. മതവികാരം വ്രണപ്പെടുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ അയ്യോ കുരു പൊട്ടുന്നോ എന്നാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഓർമ്മയിലുണ്ട് ICU എന്ന് പറഞ്ഞിട്ടൊരു ട്രോൾ ഗ്രൂപ്പുണ്ട്. ഇപ്പം ഏതാണ്ട് മരിച്ചുപോയി ആ ഗ്രൂപ്പ്. അപ്പോൾ ആ ട്രോൾ ഗ്രൂപ്പ് വളരെ പെട്ടെന്നൊരു ശ്രദ്ധയിലേക്ക് വരുന്നു. അയ്യപ്പൻ്റെ പേരിൽ ഒരു 4 വരി വളരെ മോശമായിട്ടുള്ള രീതിയിൽ അയ്യപ്പസ്വാമിയെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു 4 വരി എഴുതിയിടുന്ന അടുത്ത് നിന്നാണ് അത് തുടങ്ങുന്നത്. അതിൻ്റെ പേരിലാണ് ഒരു പരിധിവരെ വലിയ വഴക്കുണ്ടാകുന്നതും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഔട്ട് സ്പോക്കൺ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ട്രോൾ ഗ്രൂപ്പുണ്ട്. ഈ ട്രോൾ ഗ്രൂപ്പ് തുടങ്ങുന്നത് പോലും അയ്യപ്പനെ അപമാനിച്ചുകൊണ്ട് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഇടതുപക്ഷക്കാരുടെ അന്നത്തെ വലിയ വിപ്ലവങ്ങളും വിപ്ലവ ചിന്തകളും പുരോഗമന ചിന്തകളും ഒക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഇന്നൊരു 10 വർഷം കഴിയുന്ന സമയത്ത് ഇന്ന് സഖാക്കൾ എല്ലാവരും കൂടി മുമ്പിൽ ഇറങ്ങി വന്ന് നിന്നിട്ട് ഞങ്ങളുടെ അയ്യപ്പനെ അപമാനിക്കുന്നോ, ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നോ എന്നൊക്കെ ചോദിച്ച് വരുന്നത് കാണുമ്പോൾ കാലം എന്നൊന്നുണ്ടെന്നും അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു വലിയ സത്യമാണെന്നും പറഞ്ഞ് ഒന്നും കൂടി ഒന്ന് ശരണം വിളിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളൂ. സഖാക്കളെ, നിങ്ങളെ കൊണ്ട് ഇനിയും 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 അയ്യപ്പൻ മുട്ടിലഴയിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അയ്യപ്പന്റെ പേരിൽ വോട്ട് ഉണ്ടാവേണ്ട കാര്യമില്ല. അല്ലല്ല, ഞാൻ വീണ്ടും ചോദിക്കാൻ പറയട്ടെ മഞ്ജുഷ, അയ്യപ്പന്റെ പേരിൽ വോട്ട്, ശരി, അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് അവർ പറഞ്ഞോട്ടെ, എനിക്ക് യാതൊരു വിരോധവും ഇല്ല. അയ്യപ്പൻ്റെ പേരിൽ ഇവരെന്തൊക്കെയായി നാട്ടിൽ കാണിച്ചു കൂട്ടിയേ? കേരളവർമ്മ എന്ന് പറഞ്ഞിട്ടൊരു കോളേജുണ്ട്. ആ കോളേജിനകത്ത് ഒരു സ്ത്രീയുടെ ചോര ഒലിച്ചിറങ്ങുന്ന കാലിൻ്റെ ഇടയെന്ന് അയ്യപ്പൻ്റെ, നമ്മുടെ ശബരിമലയിൽ കാണുന്ന അയ്യപ്പസ്വാമിയെ തല തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നിറങ്ങി വന്നിട്ട് അവിടെ SFI എന്നും പറഞ്ഞ ബോർഡ് ഇപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റ് കാര്യങ്ങളിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചിത്രമാണത്. അതിൻ്റെ ഫോട്ടോസ് ഇവർ വരച്ചു വെച്ചിരിക്കുന്നതിൻ്റെ. അപ്പോഴൊന്നും ഇവർക്ക് മതവികാരം വ്രണപ്പെട്ടില്ലേ? ആരെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അയ്യോ നിങ്ങൾക്ക് കുരുപൊട്ടിയെങ്കിൽ നിങ്ങൾ പോയി ഓയിൻമെൻറ്റ് വരട്ടു എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഭംഗിയായിട്ട് തോറ്റു കഴിഞ്ഞപ്പോൾ, അയ്യപ്പൻ്റെ പേരിൽ തന്നെ തോറ്റു കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്ന സമയത്ത് സഖാക്കൾ ഇമ്മാതിരി ഉടായ്പകളൊക്കെ ആയിട്ട് ഇറങ്ങുന്നേ.
അത് സ്വാഭാവികമാണ്. കാരണം ആ പാട്ടിനെ അത്രയും ജനകീയമാകുന്നൊരു സാഹചര്യം ഉണ്ടായി, അത് ജനങ്ങൾ ഏറ്റെടുത്തു. ചുമ്മാ വെറുതെ നടക്കുന്നവർ വരെ പോറ്റിയെ കേറ്റി എന്നൊക്കെ പാട്ടും പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും റെജി ലൂക്കോസ്, ഇത് സഖാക്കൾക്ക് മാത്രമാണ് ഇവിടെ അവരുടെ വികാരം പ്രകടപ്പെട്ടിട്ടുള്ളത്, വേറെ ആർക്കും അതിലൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. കേരളം നെഞ്ചേറ്റി എന്നുള്ളത് ആവർത്തിച്ച് പറയാം. ഏത് കൊച്ചുകുട്ടിയുടെ നാവിൽ പോലും ഇത് പോറ്റിയെ കേറ്റിയെ എന്ന് കേട്ടാൽ തന്നെ ബാക്കി വരികൾ അവർ പാടിത്തരും. പക്ഷെ സഖാക്കൾക്ക് ഇത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ സഹിക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾ സഹിച്ചിട്ട് കരഞ്ഞോണ്ട് കാരണം അതിനകത്ത് ഈ പരാതി കൊടുത്ത് ഞങ്ങളല്ല, അവിടെ ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു സംഘടന ഒരു പരാതി കൊടുത്തു. ഇവിടെ ഒരു പരാതി DGP കൊടുക്കും, അത് അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ നിയമസമിതിയുടെ ബാലപാഠമാണ്. ആ അന്വേഷണം മാത്രമേ നടക്കുന്നുള്ളൂ. അന്വേഷിക്കട്ടെ. ഏതെങ്കിലും രീതിയിൽ മതവികാരം വ്രണപ്പെടുത്തി കേരളത്തിൽ ഒരു വലിയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ, അത് കണ്ടുപിടിക്കട്ടെ എന്ന് സംഘടനയെക്കുറിച്ചെങ്കിലും ഒന്ന് അന്വേഷിക്കണമായിരുന്നു. ഈ സംഘടനയുടെ ലേബലിൽ പരാതി കൊടുത്ത ആളെ കുറിച്ചെങ്കിലും ഒന്ന് അന്വേഷിക്കണമായിരുന്നു കേസെടുക്കുന്നതിന് മുൻപ്. ഈ പറയുന്ന കേരളം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പാട്ടിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കേസെടുക്കുന്നതിന് മുൻപ് അതെങ്കിലും ഒന്ന് നോക്കണമായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, പരാതി കൊടുത്തത് ആരോ എന്നുള്ളതല്ല, പരാതി കിട്ടിയോ എന്നുള്ളത് നോക്കട്ടെ. ഊമക്കത്തല്ലോ കൊടുത്തിരിക്കുന്നത്, രഹസ്യമായിട്ട് പറഞ്ഞു ഇത് അല്ലല്ല അന്വേഷണം നടക്കുന്നുള്ളൂ എന്ന്. ഇപ്പോൾ തന്നെ നടപടി തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. താങ്കൾ ശ്രദ്ധിക്കുകയും ചെയ്തു, അത് താങ്കൾ സമ്മതിക്കുകയും ചെയ്തതാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാന് വളരെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പാട്ടിനെതിരെ കേസെടുക്കുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. പാരഡി ഗാനങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. പ്രിയപ്പെട്ട ശിവരാജ് ഗോറിലൂടെ പറഞ്ഞല്ലോ, ICU എന്ന് പറയുന്ന എന്താ പറയാ, അത് വളരെ സർക്കാസ്റ്റിക് ആയിരുന്നു. അത് ഞാനത് ഒത്തിരി ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് ഏതാണ്ട് ഇല്ലാതായിരിക്കും. അതിനകത്തൊക്കെ വന്നിരിക്കുന്ന ട്രോളുകൾ കണ്ടു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇവിടുത്തെ അതിന്റെ പ്രവർത്തകർ, അത് കണ്ടവരെല്ലാം ജയിലിലിടുന്നതാണ്. തിരുവുദ്രപരമായിട്ടുള്ള ഒരു ട്രോള് ഞാൻ ഷെയർ ചെയ്തതിന്റെ പേരിൽ ഞാൻ പോലും പഴി കേട്ടിട്ടുണ്ട്. ഞാൻ അന്ന് അന്തപ്പെട്ടു പോയി. അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സഖാക്കൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധരക്ഷണവും ഇല്ല. പാർട്ടിയെ സംബന്ധിച്ചോളം ഒരു ബോധരക്ഷണം ഇല്ല. പക്ഷെ ഒരു പരാതി കൊടുക്കുമ്പോൾ അത് അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ നിയമസംഹിതയുടെ ബേസ് അല്ലേ? അതൊരു ഈ രാജ്യത്തിന്റെ അനിവാര്യമായ ആവശ്യമല്ലേ? ശരി, യുവരാജ്, ആദ്യം മുതൽ റെജി ലൂക്കോസ് പറയുന്നുണ്ട് ഇത് പരാതി കിട്ടി, അതുകൊണ്ട് ഒരു അന്വേഷണം നടക്കുന്നു, അത്രേ ഉള്ളൂ എന്ന്. പക്ഷെ അതൊന്നുമല്ലല്ലോ കാര്യം. അയ്യോ, പരാതി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മഞ്ജുഷേ, എത്രയോ പരാതികൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എത്രയോ സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കുന്നതാണ്. ഇതുവരെ ഇടതുപക്ഷക്കാർ അന്വേഷിച്ചായിട്ട് നമ്മുടെ ആരുടെ അറിവിലില്ല. മഞ്ജുഷ ഈ പറയുന്ന ഈ കേരള വർമ്മ കോളേജിൽ ഈ കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പോലും അതാത് പോലീസ് സ്റ്റേഷനുകളിലും മതവികാരം മരണപ്പെടുന്നു എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് ഒരു പൂച്ചക്കുഞ്ഞു പോലും ആ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് അവിടെയോ ഇവിടെയോ തിരിഞ്ഞു നോക്കിയതായിട്ട് എൻ്റെ അറിവിലില്ല. അത് മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ MF ഹുസൈൻ എന്ന് പറയുന്ന നമ്മുടെ വിശ്വവിഖ്യാതനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹം സരസ്വതി ദേവിയെ ഉൾപ്പെടെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ചിത്രങ്ങൾ വരച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു. എത്രയോ പരാതികൾ ഇവിടുന്ന് പോയി, എത്രയോ വിവാദങ്ങളുണ്ടായി, എത്രയെത്ര ലേഖനങ്ങൾ അതിൻ്റെ പേരിലുണ്ടായി. അദ്ദേഹത്തിന് രാജാരവിവർമ്മയുടെ പേരിൽ പുരസ്കാരം കൊടുക്കുന്നു. അപ്പോഴൊക്കെ ഇവരെന്താ ചെയ്തത്? ആൾക്കാരെ നോക്കി പരിഹസിക്കുകയായിരുന്നു. ഇപ്പോൾ സ്വന്തം നെഞ്ചിനകത്ത് അമ്പ് കൊള്ളുന്നൊരു സാഹചര്യം വന്നപ്പോൾ പെട്ടെന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പരിധി വന്നു. പെട്ടെന്ന് തന്നെ വികാരം വ്രണപ്പെടാൻ പാടില്ല എന്നായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ശബരിമല സമര സമയത്ത് ഇവരുടെ കുണ്ടന്നൂരിലെ MLA ആയിട്ടുള്ള ശ്രീ M സ്വരാജ്, DYFIയുടെ മുൻ പ്രസിഡൻ്റൊക്കെ ആയിരുന്നല്ലോ, അദ്ദേഹം എത്ര മോശമായിട്ടാണ് അയ്യപ്പസ്വാമിയെ കുറിച്ചിട്ട് സംസാരിച്ചത് നിന്നിട്ട്. എത്ര മോശമായിട്ട്, എത്ര ഹീനമായിട്ടാണ് സംസാരിച്ചത്. ഇന്ന് വരെ പിന്നെ അതിനുശേഷം നിയമസഭ കാണാനുള്ള ഒരു യോഗം അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. ഒരു ടൈമിൽ 2 തവണ തോക്കുന്നു എന്ന് പറയുന്നൊരു റെക്കോർഡ് വരെ അദ്ദേഹത്തിൻ്റെ ഇതിലായി. കാരണം 2021 തോറ്റു. അതിനുശേഷം അതേ നിയമസഭയുടെ കാലഘട്ടത്തിൽ തന്നെ വീണ്ടും മത്സരിച്ച് തോറ്റു. അതും ദയനീയമായി തോറ്റു. സ്വന്തം നാട്ടിൽ തോറ്റു എന്നുള്ളത്. ഒന്ന് സിറ്റിംഗ് സീറ്റിൽ തോറ്റു, അതിനുശേഷം സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിൽ പോയി തോറ്റു. അപ്പോൾ ഒരേ ടൈമിൽ 2 തവണ തോക്കുന്നു എന്ന് പറയുന്ന അപൂർവമായ റെക്കോർഡ് വരെ അദ്ദേഹത്തിന് കിട്ടുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇവർക്കാർക്കും വികാരമൊന്നും വ്രണപ്പെട്ടില്ല. എത്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വിമർശിച്ചു. ഈ പറയുന്ന ഉഡായിപ്പ് സംഘടനയുടെ ആൾക്കാർക്കൊന്നും അപ്പോൾ വികാരമൊന്നും വ്രണപ്പെട്ടില്ലേ? അവരെന്താ അപ്പോൾ പരാതി കൊടുക്കാതിരുന്ന MLAക്കെതിരെ? പരാതി കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇതൊക്കെ ആരെങ്കിലും മൈൻഡ് ചെയ്യുമായിരുന്നോ? ഇത് 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങൾ, അതായത്
ജനകീയമായി മാറിക്കഴിഞ്ഞാൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള അതിനിപ്പോൾ പാട്ടാവട്ടെ, വരികളാകട്ടെ, കഥാപ്രസംഗമാവട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അത് ഈ നാട്ടിൽ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു നയം തന്നെയാണ് ഇടതുപക്ഷം എടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിയായ ഫാസിസം എന്താണ് എന്നുള്ള കാര്യം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ശരി, അതിൽ വി ഡി സതീശിൻ്റെ ഒരു പ്രതികരണം ഇന്ന് വന്നിട്ടുണ്ട്. അതിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റം എന്ന് പറയുന്നതിനൊപ്പം തന്നെ തീവ്ര വലതുപക്ഷ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് സതീശന്റെ ആരോപണം. അതിലേക്ക് ഒരു തരത്തിലുള്ള ഒരു മതവികാരവും വ്രണപ്പെടുത്താതെയാണ് ഈ പാരഡി ഉണ്ടായിരിക്കുന്നത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂടെ പ്രശ്നമാണ്. അതിന്മേലേക്കുള്ള കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിന് വർഗീയത വരുത്താൻ വേണ്ടിയിട്ടാണ് CPM ശ്രമിക്കുന്നത്. അത് എഴുതിയ ആളുകളുടെ മതവും ജാതിയും അന്വേഷിച്ചു പോവുക. ഇത് BJP കളിക്കുന്ന, സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ CPM കളിക്കുന്നത്. ഇത് കേരളത്തിന് അപമാനകരമായ കാര്യമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ പരിഹാസത്തോടെ നോക്കിക്കാണുന്നു. പരിഹാസത്തോടെ ആ പാട്ട് എഴുതിയ ആളെയും അതിന് മ്യൂസിക് കൊടുത്ത ആളെയും അത് പാടിയ ആളെയും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷിക്കും. ഇത് തീവ്ര വലതുപക്ഷ സർക്കാരുകൾ മാത്രം ചെയ്യുന്നതാണ്. ഇത് കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ്. ഞങ്ങളിത് പരിഹാസത്തോടു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഗൗരവത്തോടു കൂടിയല്ല, പരിഹാസത്തോടു കൂടി ഈ കേസെടുത്തതിന് ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. എന്തായാലും ആ ഗാനം, ആ പാരഡി ഗാനം എത്ര പേരെ വിഷമിപ്പിച്ചു എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. എത്ര പേര് ഇത് ഈ പാരഡി ഉണ്ടാക്കിയതാണോ കുറ്റം, അയ്യപ്പന്റെ സ്വർണം കവർന്നതാണോ കുറ്റം? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശ്രീ MK ഹരിദാസ്, അതുപോലെ തന്നെ ഇവിടെ സംഘപരിവാർ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യുന്നു CPM-ഉം ഇടതുപക്ഷവും എന്നുള്ള ഒരു ആരോപണം കൂടി വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? അതിനോട് എനിക്ക് അനുകൂലിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് യുവരാജ് ഗോകുലെ. അദ്ദേഹത്തോട് അദ്ദേഹം ഈ പാരഡി പാടിയതിനെതിരായിരുന്നുവെങ്കിൽ ചോദിക്കാൻ വേണ്ടി ഞാൻ എഴുതി കൊടുത്തിട്ടുള്ള ഒരു പോയിന്റാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ നേരിട്ട ദുരിതത്തെ കുറിച്ചിട്ടാണ് അവസാനമായിട്ട് ചോദിക്കാനുണ്ടായിരുന്നത്. പക്ഷെ അതിപ്പോ ചോദിക്കേണ്ട ഒരു സന്ദർഭമല്ല. അപ്പൊ വി ഡി സതീശന്റെ ആ ചോദ്യത്തിനോട് എനിക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല മഞ്ജുഷെ. ഇവിടെ ഗോകുൽ പറഞ്ഞു നിർത്തിയത് കേരളവർമ്മ കോളേജിലെ കാര്യമാണെങ്കിൽ റെജി ലൂക്കോസ്, താങ്കളെ എനിക്ക് അറിയില്ല ആ കാലഘട്ടത്തിൽ 2006 തൊട്ടിട്ട് 2009 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന 2 സംഭവങ്ങൾ പറയാം. ഒന്ന്, എൻ്റെ ഒരു സുഹൃത്ത് ചന്ദനം നെറ്റിയിൽ തൊട്ട കൂട്ടത്തിലെ കുറച്ച് കാവി നിറത്തിലുള്ള കുങ്കുമം അതിന്റെ നടുവിൽ വരച്ചതിനെ പാർട്ടി ശാസിച്ചിട്ടുണ്ട്. അതായത് അത് BJP-കാരാണ് അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞ് ശാസിച്ചിട്ടുണ്ട്. ശബരിമലയ്ക്ക് മാലിട്ടതിനെ 2006 ഒരു ലോക്കൽ സെക്രട്ടറി പുറത്തേക്കാക്കിയിട്ടുണ്ട്. പേരും ഊരും വിവരവും വേണമെങ്കിൽ ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാം. 2006 ശബരിമലയ്ക്ക് മാലിട്ടതിന് ഒരു ലോക്കൽ സെക്രട്ടറി പാർട്ടിയിൽ നിന്ന് പുറത്തേക്കാക്കിയിട്ടുള്ള പാർട്ടിയാണ് ഈ CPM. അപ്പൊ ഇത്തരത്തിലുള്ള ലൊട്ടുലൊടുക്ക് ഇവിടെ യുവരാജ് ഗോകുൽ പറഞ്ഞു നിർത്തിയത് മാതിരി ഈ ഭക്തജനങ്ങളുടെ, വിശ്വാസികളുടെ മനസ്സിനേറ്റ മുറിവ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പാരഡി ഗാനം പാടിയതിനെ കേസെടുക്കത്തക്ക തോതിൽ നിങ്ങളുടെ പാർട്ടി അധപ്പതിച്ചുവെങ്കിൽ, നിങ്ങളുടെ ഭരണ സംവിധാനം അധപ്പതിച്ചുവെങ്കിൽ അത് അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ്. കാരണം ഈ പാരഡി ഗാനം പാടിയത് കൊണ്ട് മുറിപ്പെടുന്ന ഒരു വിശ്വാസമല്ല ഈ ശബരിമല അയ്യപ്പനെ കുറിച്ചിട്ട് അയ്യപ്പനെ വിശ്വസിക്കുന്നവരിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. പാരഡി ഗാനം പാടട്ടെ, എന്ത് പാടട്ടെ, മഞ്ജുഷ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവർ എത്രയും വലിയ ചക്രവ്യൂഹത്തിലാണ് അല്ലെങ്കിൽ പത്മവ്യൂഹത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കടകംപള്ളി സുരേന്ദ്രൻ ഈ വി ഡി സതീശന്റെ വക്കീലിനോട് മിനിഞ്ഞാന്ന് ചോദിച്ചത് എന്താ? എന്നെ സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കാതിരിക്കാൻ സാധിക്കുമോ എന്ന് പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മന്ത്രിയായ വ്യക്തി, പാർട്ടിയുടെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന്, ഈ വിളി ഉറങ്ങാൻ കഴിയുന്നില്ല, അതെ ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങനെ വിളിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് മാനനഷ്ടത്തിന് കേസ് കൊടുത്ത വ്യക്തി, മാനനഷ്ടത്തിന് ആർക്കെതിരെ കേസ് കൊടുത്ത ആ വ്യക്തിയോട് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ പാർട്ടി കൊണ്ടുചെന്ന് എത്തിച്ചുവെങ്കിൽ ഇവർ ഈ അയ്യപ്പൻ ശബരിമല വിഷയത്തിലെ അകപ്പെട്ടു പോയിരിക്കുന്നത് വലിയൊരു ട്രാപ്പിലാണ്. ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പാരഡി ഗാനത്തിനെതിരെ കേസ് കൊടുക്കുക. നിങ്ങൾ മൈക്ക് മൂളിയതിന്, ആംപ്ലിഫയർ മൂളിയതിന്, നിങ്ങൾ ആംപ്ലിഫയർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററുടെ പേരിൽ കേസ് എടുത്തിട്ടുള്ളവരാണ്. അത് പിൻവലിച്ചോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം. അപ്പൊ
കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ കടങ്ങോടനെ പിടിച്ചുകൊണ്ട് പ്രശ്നം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു പ്രശ്നമല്ല റെജി ലൂക്കോസെ ഈ ശബരിമല വിഷയം. അത് തൊട്ടാൽ പൊള്ളുന്ന ഒരു സത്യത്തിൽ അറിയാതെ കയറി പിടിച്ചതാണ് CPM. അത് കഴിഞ്ഞിട്ട് അയ്യപ്പ സംഘം ആഗോളതലത്തിലായാലും ഓൾ ഇന്ത്യ തലത്തിലായാലും അയ്യപ്പ സംഘം ഒന്നും നടത്തിയത് കൊണ്ടോ ഇത്തരത്തിൽ പാരഡി ഗാനം സൃഷ്ടിച്ച് പാടിയവർക്കെതിരെയും അത് സൃഷ്ടിച്ചവർക്കെതിരെയും കേസ് എടുത്തത് കൊണ്ടൊന്നും തീരുന്ന പ്രശ്നമല്ല. എം.എം. ഹുസൈനെ ആദരിച്ച നിങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ പാട്ടുണ്ടാക്കിയവർക്കെതിരെ നിയമ നടപടിക്ക് പോകുന്നത്. അല്ല, ഇവിടെ ഞാൻ വളരെ കൗതുകത്തോടുകൂടി ഇവർ രണ്ടുപേരുടെ ബാധകൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എം.എം. ഹുസൈനോട് നിൽക്കട്ടെ, മുഹമ്മദ് അത്തലാഖ് എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട മനുഷ്യരെ ബീഫ് കയ്യിൽ വെച്ചെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ആരോടും ഉന്നയിച്ച് വീട് കയറി തല്ലിക്കൊന്നവർ. ഇതുവരെ ഏതാണ്ട് 82ഓളം ഇന്ത്യൻ പൗരന്മാരെ ബീഫിന്റെ പേരിൽ തല്ലിക്കൊന്നിട്ടുണ്ട്. എത്രയോ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർ എന്തിന്റെ പേരിലായിരുന്നു? ഇവർ പറയണേ ഇപ്പൊ മതമൊന്നും മരണപ്പെട്ടിട്ടില്ലെന്നാ പറഞ്ഞേ. മതത്തിന്റെ പേരിലല്ലേ ഇതെല്ലാം ചെയ്ത്. എം.എം. ഹുസൈനെ പുറത്താക്കിയതിനെ കുറിച്ച് പ്രിയപ്പെട്ട യുവരാജ് ഗോരോട് പറഞ്ഞു. ഞാൻ അങ്ങ് വിശദീകരിക്കാം. എം.എം. ഹുസൈൻ സരസ്വതിയുടെ ഒരു ചിത്രം വരച്ചതിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിനെ ഒരു വളരെ മയത്തിലാണ് ഇപ്പൊ സംസാരിച്ചത്. അദ്ദേഹത്തിന് വധഭീഷണി കൊണ്ട് ഈ രാജ്യത്ത് നിൽക്കാൻ വരാത്ത RSSന്റെയും BJPയുടെയും ബജരംഗ് ദളിന്റെയും വധഭീഷണിയിൽ ഭയന്ന് അദ്ദേഹം യൂറോപ്പിലേക്ക് പോയി. ഇംഗ്ലണ്ടിൽ വർഷങ്ങളോളം താമസിച്ച ശേഷം അബുദാബിയിൽ വന്ന് അബുദാബി പൗരത്വം എടുത്ത് അവിടെ മരണമടയുമായിരുന്നു. ലോകം കണ്ട ഏറ്റവും ഭാവനാസമ്പന്നനായ എം.എം. ഹുസൈൻ. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ പറ്റി കോടിക്കണക്കിന് ലേലത്തിനാണ് UK വിറ്റുപോകുന്നത്. ആ മനുഷ്യനെ പോലെ ഈ രാജ്യത്ത് വന്ന് അദ്ദേഹത്തിന് മരിക്കാൻ പോലും അവസരം കൊടുക്കാതെ നിങ്ങൾ ഭീഷണിപ്പെടുത്തരാ. ശരിയാണ്, ആ വഴിക്ക് നിങ്ങൾ പോവുകയാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞു ലെറ്റ് മീ കംപ്ലീറ്റ്. ഇതൊക്കെ ആ വഴിക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. പിന്നെ എന്താണ് റെജി ലൂക്കോസ്, ഈ പാട്ടിനെ സൈബർ സ്പേസിൽ നിങ്ങൾ നീക്കം ചെയ്യുകയാണ്. അതായത് ആളുകൾ കേൾക്കരുത് എന്നതുകൊണ്ട് തന്നെയാണ്. ഇനി അവരെ അറസ്റ്റ് ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല, അതിലേക്ക് വന്നിട്ടില്ല എങ്കിലും. അപ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾ അവലംബിക്കുന്നു. അപ്പോൾ VD സതീശൻ പറഞ്ഞത് 100% കൃത്യമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞത് എനിക്ക് മടിയൊന്നുമില്ല. ഈ പാട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുറെ ആളുകൾ BJP ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ള കുറെ ആളുകൾ ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇത് ഉപയോഗിച്ചു. അന്ന് ഈ പാട്ട് അത്ര പോപ്പുലർ ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഞാൻ കേട്ടായിരുന്നു ആ പാട്ട്, പലരും കേട്ടു. പക്ഷെ ഇന്നിപ്പോ അത് വേൾഡ് ഹിറ്റായി മാറിയിരിക്കുന്നു മലയാളികളുടെ ഇടയിൽ. അതൊക്കെ സത്യമാണ്. അതൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ അല്ല, കുറച്ച് വലിയ പങ്ക് നിങ്ങളും വഹിച്ചിട്ടുണ്ട്. ഈ കേസ് വന്നതോടുകൂടി അത് സൂപ്പർ ഹിറ്റായി. അല്ലല്ല, അത് ഞങ്ങളൊന്നും അല്ല ഹിറ്റാക്കിയത്. അത് വിഷ്ണുനാഥാണ്, ബഹുമാനപ്പെട്ട വിഷ്ണുനാഥ് പാടിയെന്ന് വെച്ചാൽ ഹിറ്റാവൂലേ? നിങ്ങൾ ഈ കേസ് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ ഈ കേസ് ഉണ്ടാക്കിയതാണ് പ്രശ്നം ഉണ്ടായത്. അത് ഞങ്ങൾ എവിടെ കൊണ്ട് കേസ് കൊടുത്തു? ഞങ്ങൾ എവിടെയാ കേസ് കൊടുത്തിരിക്കുന്നത്? ഒരു ഹൈന്ദവ സംഘടന പോലീസ് തന്നെ കേസ് എടുത്തത്. വിജി തമ്പി, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാവ് വിജി തമ്പി ആ കേസിനെ അനുകൂലിച്ചു വന്നിരിക്കുന്നു. ഇവർ തന്നെ സ്പ്ലിറ്റാ. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CPM പഠിക്കുന്നത് എന്തായാലും വിശ്വ വർഷത്തെ കേസ് കൊടുത്തിട്ടില്ല. വിജി തമ്പി ഇന്ന് വരെ ഒരു പോലീസ് സ്റ്റേഷനിലും പോയി കേസ് കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. ഇപ്പുറത്ത് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരുടെ അഭിപ്രായം കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഭക്തരായിട്ടുള്ള ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ട്. ഞങ്ങൾക്കാർക്കും ഇത് കേട്ടിട്ട് വ്രണപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്. പക്ഷെ ഇത് കേസുമായിട്ട് പോയിട്ട് ഇത് നിർത്തിക്കേണ്ടുന്നതിൻ്റെ ആവശ്യം ആർക്കാണെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ശ്രീ റെജി ലൂക്കോസെ, അങ്ങേ പോലെ ഒരാളോട് ഞാനിത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇത് ആർക്കാണിത് പൊള്ളിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും കേസ് കൊടുത്തിട്ട് ഈ പാട്ട് ഉള്ള സ്ഥലത്തുനിന്ന് മുഴുവൻ റിമൂവ് ചെയ്യിക്കുക, ആരും കേൾക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. ഇതൊക്കെ ആരുടെ ആവശ്യം? ഇതൊക്കെ ആരുടെ രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യം? എന്തായാലും ഇത് കേൾക്കുന്നത് കൊണ്ട് അയ്യപ്പസ്വാമിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയുള്ള അയ്യപ്പ ഭക്തർക്കും എന്തെങ്കിലും പ്രശ്നമാണ്. ചിലർക്ക് അതിനകത്ത് ഇപ്പം എൻ്റെ അടുത്ത് വേറൊരാളും പറഞ്ഞായിരുന്നു, ഞങ്ങൾ വളരെ ചെറുതിലെ മുതലേ കേട്ട് തുടങ്ങിയ ഒരു പാട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവർ പറഞ്ഞത് ആ പാട്ടിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, ആ ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്താണ്, നമ്മൾ വളരെ ചെറുതിലെ മുതലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ശരണം വിളിക്കൊപ്പം കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് ഈ ഒരു അർത്ഥത്തിൽ കേൾക്കേണ്ടി വരുന്നത് ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് വലിയ വിഷമം ഉണ്ടാകുന്നുണ്ട്. വരികൾ പറയുന്നില്ലല്ലോ. അതിനകത്ത് അയ്യപ്പനെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ അതിനകത്തൊന്നും കേട്ടില്ല. പോറ്റിയെ കയറ്റി അല്ല. ഞാൻ മഞ്ജുഷൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ പാട്ടിന്റെ വരികൾ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. പോറ്റി അശീലമാണോ? അല്ല. പോറ്റിയെ കയറ്റി അത് അശീലമാണോ? അല്ല. പോറ്റിയെ കയറ്റി എന്നുള്ള കാര്യം നമുക്കറിയാം. എവിടെ കയറ്റി? ശബരിമലയിൽ കയറ്റി അല്ലേ? അവിടെ നിന്ന് എന്ത് ചെയ്തു? സ്വർണം കട്ടു. ഇതിനകത്ത് എന്താണ് അശീലം ഇരിക്കുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ് തെറ്റായിട്ടിരിക്കുന്നത്? ഈ
പറയുന്ന സാധനങ്ങളൊന്നും ഇതല്ല. അവിടെ ഇരുന്ന കട്ടളയും വാതിലും ഒക്കെ ഇളക്കിയെടുത്തോണ്ട് പോയി എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ ആ പാട്ടിന്റെ ഓരോ വരികളായിട്ട് നോക്കുന്ന സമയത്ത് അതെ അത് അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. അവിടെ ഇരുന്നത് പോറ്റിയെ കയറ്റിയെ, ബാക്കി എന്തായിരുന്നു, പോറ്റിയെ കയറ്റിയെ, ബാക്കി കിട്ടുന്നില്ല. പാടിയാലേ എൻ്റെ സാധനം കിട്ടുള്ളൂ. പാടാറിയില്ല. ഇവിടെ നിന്ന് പാടിയപ്പോൾ ഈ ഷോ നിർത്തേണ്ടി വരും ഞാനൊക്കെ പാടിയ. അതുകൊണ്ടാ പറയുന്നത്. അല്ല, ഞാൻ പറയുന്നത് പോറ്റിയെ കയറ്റിയെ സ്വർണം കട്ട എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. അതിനകത്ത് ശാസ്താവിൻ്റെ ധനം ഊറ്റിക്കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് ശാസ്താവിനെ കുറിച്ചിട്ടോ അയ്യപ്പനെ കുറിച്ചിട്ടോ മോശമായിട്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല. സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ, ഇത്രേ പറയുന്നുള്ളൂ. ഇവിടെ ആരെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് സഖാക്കളെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സ്വാമിമാരെ കുറിച്ചിട്ടോ അയ്യപ്പനെ കുറിച്ചിട്ടോ മോശമായിട്ട് ആരും പറയുന്നില്ല. സ്വാഭാവികമായിട്ട് ഇത് ആർക്കാണ് പൊള്ളുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് കേട്ടോണ്ടിരിക്കുന്നവർക്ക് നല്ല അവസാനം പറയുന്ന മറ്റു കാര്യങ്ങളും ചിലപ്പോൾ അസ്വസ്ഥരാക്കുന്നുണ്ടാകും. കാരണം ശബരിമല ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ആയിരിക്കില്ലേ ശ്രീ റജി മല കയറ്റി. അതാണല്ലോ റജി ലൂക്കോസ് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ നേരത്തെ ആ പാട്ടൊക്കെ പാടിക്കോട്ടെ എന്ന് കരുതിയാൽ പോരെ. അല്ല, നിങ്ങൾ ഈ ആവർത്തിച്ച് പറയുന്നത് CPM കൊണ്ട് പരാതി കൊടുത്തോ? ഏതെങ്കിലും CPM പ്രവർത്തകരുണ്ടോ പോലീസ്? ഒരു കാര്യം ചോദിച്ചോട്ടെ. നാളെ ഞാൻ കൊണ്ടുപോയിട്ട് ഞങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഒരു പാട്ട് പാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പൊ അത് RSSനെ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളൊരു പാട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ പരാതി കൊടുത്താൽ അടുത്ത ദിവസം തന്നെ ഇതെല്ലാം റിമൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ആവശ്യപ്പെടുമോ? ഏതെങ്കിലും കോടതി പറഞ്ഞോ ഇത് മതവികാരം വ്രണപ്പെടുത്തുന്നതാണ്, അതുകൊണ്ട് ഇത് മുഴുവൻ മാറ്റണമെന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞോ? പിന്നെന്താണ്, ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഇത് മുഴുവൻ മാറ്റണം? എനിക്ക് മനസ്സിലാവുന്നു. അല്ല, പരാതി നിങ്ങൾ അന്വേഷിച്ചോളൂ. അന്വേഷിക്കേണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. അന്വേഷിക്കേണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞു? റജി ലൂക്കോസ്, ഇവിടെ അന്വേഷിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കൂലേ? പക്ഷെ നിങ്ങൾ ആരാണ് ഇതിന്റെ പേരിൽ നടപടിയെടുക്കാൻ? നിങ്ങൾ ആരാ ഇതിന്റെ പേരിൽ നടപടിയെടുക്കാൻ? നിങ്ങൾ ആരാ? അല്ല, ഇത് ആൾക്കാർ ഈ പാട്ട് കേൾക്കാൻ പാടില്ല, ആൾക്കാർ ഈ പാട്ട് പാടാൻ പാടില്ല, ആൾക്കാർ ഈ പാട്ട് ഒരിടത്തും വെക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാ? അതെനിക്ക് മനസ്സിലായില്ലേ. ഗവൺമെന്റ് ആരാ? നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് പരാതി അന്വേഷിക്കാം. പക്ഷേ ഇത് മാറ്റിയേ പറ്റൂ എന്ന് തിട്ടൂരിറക്കാൻ നിങ്ങൾ ആരാ? ശരി, ആ പരാതി അന്വേഷിക്കുക. പരാതി അന്വേഷിച്ചിട്ട് അതിനകത്ത് മതവികാരം ഇന്നലെ രാജു എബ്രഹാം പറഞ്ഞതിൽ എല്ലാം ഉണ്ട്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് രാജു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസും ലീഗും ചേർന്ന് ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പാട്ടുണ്ടാക്കിയത് അത് ഇസ്ലാം മത വിശ്വാസികളാണ് എന്ന രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുകയാണ് ഇതിനെ. അങ്ങനെയൊന്നും കൊണ്ട് കെട്ടരുത് അവിടെ. അതൊക്കെ അസംബന്ധ ആരോപണങ്ങളാണ്. നിങ്ങളുടെ ഹാൻഡിൽ നിന്നാണ് വരുന്നത്. രാജു പറഞ്ഞു വേണം ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം. ഞങ്ങൾ ഇസ്ലാം മത വിശ്വാസികളോടാണ് ഈ കേസ് എടുത്തതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം അപകടകരമായ വാക്ക്. അതൊന്നും ഞാൻ പറയുന്നതല്ല, നിങ്ങൾ തന്നെ പറയുന്ന വാക്കുകളാണിത്. ഞങ്ങൾ ആരോട് പറഞ്ഞു? നിങ്ങളുടെ സൈബർ ഹാൻഡിലുകളൊക്കെ പറയുന്ന കാര്യമാണിത്. രാജു എബ്രഹാം എന്താണ് ഉദ്ദേശിക്കുന്നത്? ലീഗുകാരാണ് ഈ പാട്ടുണ്ടാക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുമ്പോൾ, അല്ല, ലീഗുകാരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ലീഗും കോൺഗ്രസും ചേർന്ന് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ആ ഉദ്ദേശം വേണ്ട, അത് വേണ്ട, ഇങ്ങോട്ട് അതിങ്ങോട്ട് എടുക്കണ്ട. എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ അപകടകരമായ ഇതല്ലേ? അങ്ങനെ പറയാമോ? ലീഗുകാർ ഉപയോഗിച്ചിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇസ്ലാം മത വിശ്വാസികളാണ് ഇതിന് പിന്നിലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കരുത് ഒരിക്കലും. നമ്മളെ പോലുള്ള പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. അതൊക്കെ അതിന് കിടന്ന പ്രയോഗങ്ങളെ, കാരണം അവരെ വേദനിപ്പിക്കരുത്. ഞാൻ ആ സമൂഹമായിട്ട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തീരുമാനം വന്നിരിക്കുകയാണ്. ശ്രീ റജി ലൂക്കോസ്, താങ്കൾ പറഞ്ഞു ഞങ്ങൾ പരാതിയെ നൽകിയിട്ടില്ല എന്ന്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം വന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം വന്നു. പാർട്ടി ഔദ്യോഗികമായിട്ട് പരാതി നൽകും. ഇതാണ് കേട്ടോ, ഔദ്യോഗികമായിട്ട് പാർട്ടി പരാതി നൽകും. ആർക്കെതിരെ? എന്തിനെതിരെ? ഈ പാട്ടിനെതിരെ. പാട്ട് ഈ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൽ ഇത് പെടും. ഒരു ദൈവത്തിന്റെ പേര് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചാൽ ഓക്കെ. നിങ്ങൾ അവിടെ കയറി മോഷണം നടത്തിയിട്ട് അത് ദൈവത്തിന്റെ സ്ഥലമാണ്, നിങ്ങൾ ഇനി ഇത് പറയാനേ പാടില്ല. മാറ്റിവേ മോഷണം നടത്തിയ കഥകളൊന്നും ഇതിലേക്ക് വലിച്ചടിക്കണ്ട. എന്തുകൊണ്ട് വലിച്ചടിക്കണ്ട? അല്ല, എന്തുകൊണ്ട് വലിച്ചടിക്കണ്ട? തെറ്റാണ്. ആ ചോദിച്ചവർക്കെതിരെ നടപടി ഉറപ്പായിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾ തന്നെ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമം എന്താ?
അല്ല സഖാവ് റെജി ലൂക്കോസ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സഖാക്കൾ ശബരിമലയിൽ കയറി നടത്തിയിരിക്കുന്ന മോഷണമാണ് ഇതിന്റെ ക്രക്സ്. സഖാക്കൾ ശബരിമലയിൽ മോഷണം നടത്തിയത് പാടാൻ പാടില്ല, പറയാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമലയിൽ സഖാക്കൾ നടത്തിയ മോഷണം നടത്തുമ്പോ സഖാക്കൾ നടത്തിയ മോഷണത്തെ കുറിച്ചല്ലാണ്ട് പിന്നെ എന്തിനാണ് ഇതിനെ കുറിച്ചാണ് പറയേണ്ടത്? വാസു സഖാവല്ലേ? പത്മകുമാർ സഖാവല്ലേ? ഏത് കോടതിയാ കക്കുന്നത് പോലെ തന്നെയാണ് കക്കുന്നതിന് കൂട്ടു നിൽക്കുന്നതും കക്കുന്നതിന് ഏത് കോടതിയാണ് ഇയാളെ കള്ളനെന്ന് പറഞ്ഞത്? അതിന് മറുപടി പറയാം. കടക്കല്ലേ റെജി ലൂക്കോസ്? നമുക്കറിയില്ലേ നമ്മുടെ കോടതി നടപടി. കിടക്കുന്നത് നിങ്ങൾ എന്താ പി ടി കുഞ്ഞുമുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താ? രാഹുൽ ഈശ്വരനെയും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത നിങ്ങൾ എന്തുകൊണ്ട് പി ടി കുഞ്ഞുമുഹമ്മദിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? പി ടി കുഞ്ഞുമുഹമ്മദിന്റെ പേരിലുള്ള നടപടികൾ ഈസ് ഗോയിങ് ഓൺ. അയാൾ കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. നിങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്ത പിറ്റേസിനാണോ? ഏതോ ഒരാൾ ആ സംഘടനയുടെ പേരും അല്ല, ആ സംഘടന തന്നെ രണ്ട് സംഘടനകളുണ്ടെന്നാണ്. അതല്ല ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെയാണെങ്കിൽ ഇത് ഏതോ ഒരാൾ, ഏതോ ഒരു പ്രസാദ് കുഴിക്കാല ഒരു പരാതി കൊടുക്കുന്നു. പ്രസാദ് കുഴിക്കാലയ്ക്കൊക്കെ പിന്നിൽ ആരാണെന്ന് ഊഹിക്കുവാനുള്ള ബുദ്ധിയൊക്കെ കേരളത്തിൽ. അതിനകത്ത് മഞ്ജുഷ, എനിക്കൊരു ഡൗട്ട് ഞാനൊന്ന് ചോദിക്കുക, ഇടപെടുകയാണെ. മറ്റൊന്നുമല്ല, ഇത് സഖാക്കളാണ് മോഷണം നടത്തിയതാണെന്ന് ആര് പറഞ്ഞു എന്നാണ് ശ്രീ റെജി ലൂക്കോസ് ചോദിക്കുന്നത്. അപ്പോൾ വാസു സഖാവല്ല, പപ്പൻ അദ്ദേഹം സഖാവല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞ് ഇവരെ ആരെയും കോടതി ഒന്നും ചെയ്തിട്ടില്ല എന്ന്. ശരി, എന്തായാലും ശബരിമലയിലെ സ്വർണം മോഷണം പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ആർക്കും സംശയമില്ല, എതിരഭിപ്രായമില്ല. അത് ഹൈക്കോടതിയുടെ തന്നെ ഫൈൻഡിങ്ങും ആണ്. അവിടുത്തെ സ്വർണത്തിനകത്ത് കാര്യമായ കുറവുണ്ടായി എന്നുള്ള കാര്യവും. ആഭ്യന്തര മന്ത്രാലയം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ്. ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. ശരി, ഈ സ്വർണം പോയത് ആരാണ് എടുത്തുകൊണ്ട് പോയതെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? എന്നാൽ ഈ സഖാക്കളൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ആരാ എടുത്തുകൊണ്ട് പോയത്? അപ്പൊ അന്വേഷണം നടത്തിയപ്പോ അകത്ത് പോയത് ആരൊക്കെയാ? അത് സഖാവ് വാസുവും സഖാവ് പത്മകുമാറും ഒക്കെയാണ് അകത്ത് പോയിരിക്കുന്നത്. അപ്പൊ പിന്നെ നാട്ടുകാർ പറയില്ലേ സ്വാഭാവികമായിട്ട് സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നതിനകത്ത് എന്താണ് തെറ്റ്? എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, അത് തന്നെയാണ് അതിന്റെ തെറ്റ്. അത് ഗോകുലിന് മനസ്സിലായില്ലേ? താക്കോൽ ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? മരുന്നെടുപ്പിക്കാത്ത അവിടെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഒറ്റയ്ക്ക് ചർച്ച ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കുന്നത് ശബരിമലയിൽ സ്വർണ്ണമോഷണം പോയിട്ടുള്ളവർ ഞാനൊക്കെ ആദ്യം പോലെ ചർച്ച ചെയ്യുന്ന കള്ളന്മാരെ പിടിച്ച് അകത്തിട്ടുള്ളവരോ. എനിക്ക് അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമയം ചെയ്തിട്ടാണ് ഞാൻ വ്യക്തിപരമായിട്ട്. പക്ഷേ അത് നിയമത്തിന്റെ ആദ്യം മുതലേ പറയുന്നുണ്ട്. പക്ഷെ 2 സ്റ്റാർ ഉണ്ട്, കണ്ടീഷൻ സപ്ലൈ. സഖാക്കളാണെന്നുണ്ടെങ്കിൽ വേണ്ടെന്നുള്ളത്. പത്മകുമാറിന്റെ കാര്യത്തിൽ അതെങ്ങനെയാണ് സഖാക്കളെ ഭരിച്ചായിരുന്നു? അങ്ങനെയാണ് എനിക്ക് പലതും കൂടെ പൊളിച്ച് തുറന്നു പറയാനുണ്ട്. ഞാൻ അതിലേക്ക് മനഃപൂർവ്വം പോകാതിരിക്കുകയും ചർച്ച അധികം സമയമില്ലാത്തതുകൊണ്ട്. സഖാക്കളെ പറ്റിയൊക്കെ കള്ളന്മാരാണ് ചിത്രീകരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പിടിച്ചെഴുതണം. ഇപ്പൊ സോണിയാഗാന്ധിയുടെ കയ്യിൽ കൊണ്ട് റൈസേഴ്സ് കൊണ്ട് കെട്ടി ഈ ആന്റോയുടെ MP കൊടുത്ത് ഈ സ്വർണ്ണത്തിനകത്തുള്ളൊരു വിഹിതം എന്നാ പറയുന്നത്. അതുകൊണ്ട് ആ പാവപ്പെട്ട സ്ത്രീയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അവരിതുപോലെ അറിഞ്ഞിട്ടുണ്ടോ? എത്ര ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയൊന്നും കയറി നമ്മളൊരാളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കരുത്. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. നിർദ്ദേശപ്രകാരം എടുത്ത FIR പ്രകാരമാണ് ഈ പറയുന്ന വാസുവും അതുപോലെ തന്നെ പത്മകുമാറും ഒക്കെ ഈ കേസിലെ പ്രതികളായിട്ടുള്ളത്. ശബരിമലയിൽ നിന്ന് സ്വർണം പോയതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിന് പിന്നിൽ സഖാക്കളാണ് എന്ന് പറയുന്നതിലും ഒരു തെറ്റുമില്ല. കാരണം 2 സഖാക്കളാണ് അകത്ത് കിടക്കുന്നത്. അതൊന്നും തെറ്റില്ല. അത് കേരള ജനതയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സഖാക്കളാണ് എൻ്റെ അയ്യപ്പ എന്ന് പറയുന്നതിൽ ആരുടെ മതവികാരമാണ് വ്രണപ്പെടുന്നത്? ശ്രീ റെജി ലൂക്കോസ്. അത് മാത്രമല്ല, ഇപ്പോൾ ഹരിദാസ് റെജി പറഞ്ഞ ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം എന്ന രീതിയിലാവാം CPM സമീപിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ. അങ്ങനെയാണെങ്കിൽ അയ്യപ്പന്റെ പേര് ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നത് അത് ശരിയായി വരുമെന്നാണ്. അങ്ങനെ ഉപയോഗപ്പെടുത്താനും പാടില്ല. അയ്യപ്പന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പാടില്ല. അയ്യപ്പൻ്റേതല്ല. അങ്ങനെ അത്തരത്തിൽ മതം ഉപയോഗിക്കാൻ പാടില്ല, ദൈവങ്ങളെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഇതെല്ലാം ഉണ്ടല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കുറിച്ചിട്ട് നിയമവിദഗ്ധർ പറയുന്നത് കോടതിയുടെ ഗേറ്റിൽ പോലും ഈ കേസ് നിൽക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇപ്പൊ ഇവരുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന 2 വകുപ്പുകളും ഈ ഇത്തരത്തിൽ അയ്യപ്പന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നുള്ള നിലയ്ക്കല്ല, അയ്യപ്പന്റെ പേര് വികൃതമാക്കി എന്ന നിലയ്ക്കുള്ള കേസാണ് കൊടുത്തിരിക്കുന്നത് എന്നിരിക്കെ തന്നെ ഇത് കോടതിയിലെത്തിയ കോടതിയുടെ ഗേറ്റിൽ പോലും നിൽക്കില്ല. പിന്നെ റെജി ലൂക്കോസ്, സസ്പെക്റ്റഡ് ആയ ഒരു വ്യക്തിക്ക് 2 പ്രാവശ്യം കോടതി ജാമ്യം നിഷേധിച്ചെങ്കിൽ അതിൽ ആ വ്യക്തിയെ കുറിച്ചിട്ട് കോടതിക്ക് തെറ്റിദ്ധാരണ അല്ലെങ്കിൽ കോടതിക്ക് ശരിയായ ധാരണയല്ല ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ റജിക്ക് കഴിയില്ലേ? എന്തുകൊണ്ടാണ് പത്മകുമാറിന് 2ാം തവണയും
ഇത്തരത്തിൽ ജാമ്യം നൽകാതെ റിമാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവിട്ടത്. അപ്പൊ അത് തെറ്റ് അപ്പൊ കോടതിക്ക് മറുപടി പറയട്ടെ, ഒറ്റ സെക്കൻഡ്. സാറേ, ഇവരാരും നിരപരാധികളാണെന്നൊരു വാക്ക് ഈ കഴിഞ്ഞ 40 അല്ലെ 2.5 മാസമായിട്ട് എന്റെ ഒന്നും നാവിന്ന് വന്നിട്ടില്ല. നിങ്ങൾ ആദ്യം താങ്കൾ പിന്നെ ഇപ്പൊ പറഞ്ഞു ആരാണ് ഞാൻ പറഞ്ഞ അതല്ല. എന്ന് ചോദിച്ചാൽ സഖാക്കൾ ദയവായി കേൾക്കൂ. ഞാൻ പറഞ്ഞ അതല്ല. നിയമം കോടതി കുറ്റവാളികളാകാതെ ഒരാളെ കുറ്റവാളിയാക്കാൻ പറ്റില്ല. കുറ്റാരോപിതനെന്നാ പറഞ്ഞേ. ആ ആരോപണം എനിക്കുമുണ്ട്. കുറ്റവാളിയാക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാണുന്നവരെല്ലാം കയറി കുറ്റവാളിയാക്കണ്ടേ? അതിലല്ലേ ഇവിടെ നിയമം, കോടതി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ റജി, ഇനി ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടിയെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ സോളാർ കേസിലത്തെ പ്രതിയാക്കി കണ്ടിട്ട് നിങ്ങൾ വിചാരണ ചെയ്തിട്ട് അദ്ദേഹത്തെ അങ്ങേയറ്റം ഹരാസ്മെന്റ് നടത്തിയിട്ട് ജീവിതത്തിന്റെ വലിയൊരു നൈരാശ്യത്തിലേക്ക് തള്ളിവിട്ടത് എന്തിന്റെ പേരിലാണ്? ഏതെങ്കിലും കോടതി പറഞ്ഞിട്ടാണോ? സാറേ, മറുപടി പറയാം. അതാ സാറേ, നിങ്ങളല്ലേ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പറയുന്നുണ്ട്, സത്യത്തിൽ ആ മനുഷ്യനെ അപമാനിച്ച് അധിക്ഷേപിച്ചതും സമൂഹത്തിന് വേട്ടയാടാൻ ഇട്ടുകൊടുത്ത ആരാ? അവരുടെ പാർട്ടിക്കാര്. ഞങ്ങൾ കൊണ്ടുവന്നാണ്. നിങ്ങളൊന്നും ചെയ്തിട്ടില്ലേ? ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെയും പാട്ട് തന്നെയായിരുന്നുവല്ലോ. അദ്ദേഹത്തെ ഏതെങ്കിലും കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണോ നിങ്ങൾ പാട്ട് എഴുതിയത്? അദ്ദേഹത്തിനെതിരെ പാട്ട് പ്രചരിപ്പിച്ചതാണല്ലോ. നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിക്കേണ്ട ഗതികേട് മുഖ്യമന്ത്രി പിണറായി വിജയന് വന്നുവെങ്കിൽ നിങ്ങൾ കോടതി ശിക്ഷിക്കപ്പെടുന്ന വ്യക്തികളെ മാത്രമേ ഇത്തരത്തിൽ വിമർശിക്കുള്ളൂ എന്നാണോ പറയുന്നത്? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് കുറ്റവാളിയായി ചിത്രീകരിക്കണമെങ്കിൽ കോടതി ശിക്ഷിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ കാര്യങ്ങളോട് ചർച്ച ചെയ്യുന്നത്? നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. കേരളത്തിലെ രാഷ്ട്രീയക്കാർ മുഴുവൻ ശിക്ഷ ഏറ്റുവാങ്ങിയിരിക്കുന്നത് കോടതി പറഞ്ഞതിന്റെ പേരിലാണോ? അതിന്റെ ഏറ്റവും വലിയ വിക്ടിമിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന സാധു മനുഷ്യൻ. കോടതി ഹരിദാസ് സാറെ ഒന്ന് മനസ്സിലായി. ഹരിദാസ് സാറിനെ പോലുള്ളവർ ഒരിക്കലും കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ വെള്ളം പൂശുന്നത് ഹൃദയവേദനയാണ്. കാരണം മഞ്ജുഷിനും അറിയാം, ഗോകുലിനും അറിയാം. കോൺഗ്രസിന്റെ വക്താവൊന്നുമല്ല. ഉമ്മൻചാണ്ടി സാറിനെ തെരുവിലേക്കിട്ട് അലക്കാനായിട്ട് അവസരം കൊടുത്തത് അത് കോൺഗ്രസ് തന്നെയാണ്. റജി, യോഗം ഉണ്ടെങ്കിൽ 2026 ശേഷം നമുക്ക് ഇതേ വേദിയിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുകയും തൊലി പൊളിക്കുകയും ഒരുമിച്ചിരുന്ന് ചെയ്യേണ്ട കാഴ്ച നമുക്ക് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ വിഷയത്തിലേക്ക് വന്നാൽ പൊതുജനങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെയൊന്നുമല്ല. അതിനൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തിയ മുന്നണിയുടെ പേരാണ് ഇടതു മുന്നണി, അതായത് LDF എന്നുള്ളത്. ഇവിടെ പൊതുജനങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തി ഇങ്ങനൊരു ഗാനം സൃഷ്ടിച്ചു എന്നൊക്കെയുള്ളതാണല്ലോ. എന്ത് വിദ്വേഷമാണ് ഈ പാട്ടുകൊണ്ട് ഉണ്ടാകുന്നത്? ഒരു നിർദോഷമായ ഒരു പാട്ടുകൊണ്ട് ശ്രീ റജി ലൂക്കോസ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു പാരഡി ഗാനത്തിനോട് ഒരു എതിർപ്പില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് വന്നു, അത് തെരഞ്ഞെടുപ്പിൽ ദുരുപയോഗം ചെയ്തു. 2 പേര് കേരളത്തിൽ അതിന്റെ പേരിൽ MLA സ്ഥാനം, ഒരാൾ MP സ്ഥാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. മാർപ്പാപ്പയുടെ പടം വെച്ചതിന്റെ പേരിൽ PC തോമസിന് സുപ്രീം കോടതി അയോഗ്യനാക്കിയത്. അതുപോലെ തന്നെ മുൻപ് ആളുടെ പേര് നിഷ്പാദിച്ച മനസ്സിലായി. പക്ഷെ വേറൊരു കേസുണ്ട് തൃപ്പൂണിത്തുറയിൽ. അപ്പൊ ഇതൊക്കെ നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനപരമായിട്ട് ദൈവത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനയുടെ വിരുദ്ധമാണ്. അതിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും. ഇല്ല പിന്നെ ജനാധിപത്യത്തിനൊക്കെ എന്താ വിലയിരിക്കുന്നത്? അതല്ലാതെ ഞങ്ങൾ ഈ പാട്ടിനൊക്കെ ഒരു പരാതിയും കൊടുക്കത്തുമില്ല. അതല്ലേ വസ്തുത എന്ന് പറയുന്നത്. അതായത് പോലീസിൽ പരാതി കൊടുക്കില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുമെന്ന്. അല്ല മഞ്ജുഷ, മനസ്സിലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ശബരിമലയിൽ കയറി മോഷണം നടത്തിയെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു എതിരഭിപ്രായം ആർക്കുമില്ല. അത് നടന്നിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണെന്നുള്ള കാര്യത്തിനകത്ത് ആർക്കും യാതൊരു എതിരഭിപ്രായവും ഇല്ല. അതിനകത്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം കമ്മീഷണർ വാസുവിൻ്റെ കാര്യത്തിനകത്ത് എന്തുമാത്രം അമിത താല്പര്യം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് നല്ല നിശ്ചയമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ പരിമിതി കഴിഞ്ഞപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന് എന്തൊക്കെ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അത് മുഴുവൻ ചെയ്തു കൊടുത്ത് പിന്നീട് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് കൊണ്ടുവന്ന് അതേപോലെ തന്നെ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ CPM-നെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ട ആൾക്കാരാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ആർക്കും യാതൊരു എതിരഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്രയും ഇവർ ശബരിമലയ്ക്കകത്ത് കയറിയിട്ട് കൊള്ള നടത്തി. സ്വാഭാവികമായിട്ടും ഞങ്ങൾ തിരഞ്ഞെടുപ്പിനകത്ത് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇത് വിഷയമാക്കും. പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇതിനകത്ത് വിഷയമാക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പാണ്, ശബരിമലയുടെ പേര് പറയാൻ പാടില്ല, അതുകൊണ്ട്
അതെ നോക്കൂ, അവിടെ മലയുടെ മുകളിലുള്ള ഒരു സ്ഥലത്ത് അവിടെ കയറിയിട്ട് ഒരു 18 പടിയൊക്കെ ഉണ്ട് കേട്ടോ. ആ 18 പടിയുടെ മുകളിൽ ഇരിക്കുന്നതിൻ്റെ അവിടെ ഒരു വാതിലുണ്ട് കേട്ടോ. ആ വാതിലിൻ്റെ ഫ്രണ്ടിൽ 2 വിഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ഇളക്കിയെടുത്തോണ്ട് പോയത് എന്ന് പറയണോ, അതോ ശബരിമലയിൽ കയറി ഇവന്മാരെ അയ്യപ്പന്റെ മുതൽ അടിച്ചോണ്ട് പോയി എന്ന് പറയണോ? രണ്ടാമത്തതേ ഞങ്ങൾ പറയൂ, ശബരിമലയിൽ കയറിയിട്ട് അയ്യപ്പന്റെ മുതൽ അടിച്ചോണ്ട് പോയി എന്നേ പറയുള്ളൂ. ഈ പാട്ടിൽ വരികൾക്ക് ഇതിനേക്കാൾ ശക്തി വരാമായിരുന്നു. അപമാനിക്കുന്ന രീതിയിൽ ഒരു കൂടുതൽ കാര്യങ്ങളിലേക്ക് അവർ പോയിട്ടില്ല. ഞാൻ പറയുന്നത് ശബരിമലയുടെ പേര് പറയാൻ പാടില്ല, അവിടെ നിന്ന് അയ്യപ്പന്റെ പേര് പറയാൻ പാടില്ല, അയ്യപ്പന്റെ പേരിൽ ഞങ്ങൾക്ക് വോട്ട് തരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് അയ്യപ്പന്റെ മുതൽ അടിച്ചുകൊണ്ട് പോയ ആൾക്കാരാണ് ഇവര്, ഇടതുപക്ഷക്കാര്, ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, അവരെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നോട്ടീസിൽ പ്രിന്റ് ചെയ്യും, അത് ഫ്ലക്സിൽ പ്രിന്റ് ചെയ്യും, ചുമരിൽ എഴുതും, പാട്ടായിട്ട് പ്രചരിപ്പിക്കും. ഇത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. നോക്കൂ, ഈ പാട്ടിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ചിഹ്നത്തിന് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ പാട്ടിട്ടിട്ട് ഈ പാട്ടിന്റെ അകത്ത് എവിടെയെങ്കിലും അതുകൊണ്ട് നിങ്ങൾ താമരയ്ക്ക് വോട്ട് ചെയ്യൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചിഹ്നം പറഞ്ഞിട്ട് ആ ചിഹ്നത്തിന് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നോക്കൂ, ഇവിടെ പ്രശ്നം വരുന്നത് എവിടെയാണ്? മതചിഹ്നം ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നം വരുന്നത് എവിടെയാണ്? ഒരു മതത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ശബരിമല അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് തരൂ കേട്ടോ, എനിക്ക് വോട്ട് തരണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എന്താണ്, ചട്ടലംഘനമാണ്. അത് നിങ്ങൾ ശബരിമലയിൽ കയറിയിട്ടത് അവർ മോഷണം നടത്തിയ കണ്ടില്ലേ? ഇത്തരം മോഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വോട്ട് തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനം ആകില്ല. അങ്ങേക്ക് അറിഞ്ഞുകൂടാത്ത വിഷയമൊന്നും അല്ലല്ലോ. പിന്നെ ചർച്ചയിലാവുമ്പോൾ അങ്ങ് ഇങ്ങനെ പറയുകയാണ്. ഒരു അഴിമതി, ഒരു മോഷണം അത് തുറന്നു കാട്ടുന്ന ഒരു പാട്ട് എന്നുള്ളതാണ്. അതിനൊപ്പം ഒന്നും അതിനകത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാം ഇത്, പക്ഷെ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ? അല്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കണം, നിയമം തീരുമാനിക്കട്ടെ. ഇപ്പൊ നമ്മളതിനകത്ത് വ്യാഖ്യാനത്തിന് പോകത്തില്ല. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മളോട് തുറന്നു പറയും. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, നിങ്ങൾ ഇനിയിപ്പം ഇന്ത്യയിൽ വർഗീയതയുടെ ആശാന്മാരും വർഗീയതയുടെ പേരിൽ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ തല്ലിക്കൊല്ലുകയും അവരുടെ വീടെല്ലാം പൊടിച്ചു കളയുകയും ചെയ്യുന്ന BJP പോലുള്ളവർ ഇപ്പൊ ഇതിനെതിരെ ഞങ്ങളുടെ തലയ്ക്ക് കയറി ഞങ്ങൾക്ക് സീൽ ചെയ്ത് ഇത് ഞങ്ങളുടെ തെറ്റാന്ന് പറയുന്നതിനകത്ത് വൈരുദ്ധ്യം മാത്രമേ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. വാക്കുകളെയാണ് ആശ്രയിക്കുന്നത്. അതായത് സംഘപരിവാറിന്റെ വഴിയെ CPM അല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാഫിർ എന്ന് പറഞ്ഞിട്ട് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചാരാ? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല റജി ലൂക്കോസേ, ഞങ്ങൾ അങ്ങനെ വർഗീയതയുടെ കുത്തകാവകാശമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം അത് കുറച്ച് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാഫിർ എന്ന് പറഞ്ഞൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചതാരാ? സഖാക്കൾ തന്നെയല്ലേ? അപ്പൊ തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് നിങ്ങൾക്ക് അത്തരം പരിപാടികളൊക്കെ ചെയ്യാൻ അറിയാമല്ലോ. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളവരുടെ മുൻപിൽ മാത്രം കയറാൻ വരണ്ട. അതിന്റെ കുറെ കുത്തകാവകാശം നിങ്ങൾക്കുണ്ട്. അത് യുവരാജിനെ അവരെയൊന്നും വെള്ളപൂശൊന്നും വേണ്ട. അവരുടെയൊക്കെ മൈലേജ് ഒക്കെ പോയി. അവിടെയെല്ലാം ഇപ്പൊ ജയിച്ചിരിക്കുന്ന ഇടതുപക്ഷ വടകരയിലൊക്കെ മുനിസിപ്പാലിറ്റി ഞങ്ങൾ വിളിച്ചു. സന്തോഷമുള്ളൂ. നിങ്ങൾ അങ്ങനെ പിടിക്കണം. അതിന് മുമ്പ് എവിടെയൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഉണ്ടോ? അല്ല, നിങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പോഴുണ്ടോ? അതെ, തിരുവനന്തപുരം നിങ്ങൾ 45 കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഉണ്ടോ അവിടെ? അല്ല, ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം നിങ്ങൾ തൃശ്ശൂർ ഞങ്ങൾക്ക് പുതിയതായി പിടിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ശ്രീ റജി ലൂക്കോസ്, തൃശ്ശൂർ ഞങ്ങൾക്ക് പുതിയതായി പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന സാധനം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ 45 കൊല്ലം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തിരുവനന്തപുരം നഗരസഭ അവിടെ ഉണ്ടോ പോയോ? നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സാധനം ഉണ്ടോ പോയോ? കൊല്ലത്ത് നിങ്ങൾ 25 വർഷമായിട്ട് ഭരിക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടോ പോയോ എന്ന് മാത്രമല്ല, നിങ്ങൾ വളരെ അതിലേക്ക് വരണ്ട. അല്ല, അങ്ങനെ ഉണ്ടോ പോയോ എന്നുള്ളതല്ല, ഈ ഉള്ളത് പോയതിന് കാരണം എന്താണെന്ന് വിലയിരുത്തി ഈക്കലുണ്ടെന്നേ. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണയും 2 മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു, ഇത്തവണയും 2 മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെ അവിടെ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. റജി, ഉണ്ടോ പോയോ എന്നുള്ളത് അന്വേഷിക്കാതെ ഈ ഉള്ളത് പോയത് എങ്ങനെയെന്ന് അന്വേഷിക്കുമ്പോൾ അതിൽ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. അതിനെപ്പറ്റി വിലയിരുത്താതെ അയ്യോ ഈ പാട്ട് കേട്ടതോടുകൂടി ഞങ്ങളുടെ എല്ലാവരുടെയും വികാരം പണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ടിനെതിരെ ഇങ്ങനെ കസർത്ത് കാണിക്കാതിരിക്കൂ. ഞങ്ങൾ ആദ്യമല്ലോ തോക്കുന്നത്. ജനങ്ങൾ ഞങ്ങളെ ഇതിനു മുമ്പ് ശാസ്ത്രയോടുകൂടി സ്നേഹത്തോടുകൂടി ശിക്ഷിച്ചിട്ടുണ്ട്. ഒരു ഗുരുനാഥന് വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്ന പോലെ ഞങ്ങളത് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ മറ്റു പാർട്ടികളുടെ കാര്യം അതല്ലല്ലോ. ഞങ്ങളുടെ വോട്ട് ഷെയറിൽ മാറ്റം വന്നിട്ടില്ല. ശരിയാണ്, ഞങ്ങൾ പലയിടത്തും പുറകോട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുള്ള സ്ഥലങ്ങളിൽ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് മലപ്പുറം ഞങ്ങൾ വാഷ് ഔട്ടായെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾ വലിയ രീതിയിലുള്ള പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതിലെ ബുദ്ധികളുടെ ദുഷ്പ്രചരണങ്ങൾ സംഭവിച്ചു. ഞങ്ങളെ തിരിച്ചു പിടിക്കും. ഞങ്ങൾ ഇതുപോലെ ജനങ്ങളുടെ മുമ്പിൽ പോയി അവരോട് തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് തെറ്റുകൾ ഏറ്റു പറഞ്ഞ്
എന്തെങ്കിലും അപാകത ഉണ്ടെന്ന് ഏറ്റുപറഞ്ഞ് ഞങ്ങൾ ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു നമ്മളെല്ലാവരും പാർട്ടിയാണ്. കണ്ടതാണ്. നിങ്ങൾ കൊല്ലത്തല്ലേ മറ്റേ ഒരു വടിവാളും ഒക്കെ ആയിട്ട് തലയിൽ ചുവന്ന കെട്ടുമൊക്കെ ആയിട്ട് ജനങ്ങളോട് ഏറ്റു പറയാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഞങ്ങളങ്ങനെ വടിവാളത്തുമായിട്ട് പോയിട്ടില്ല. ആപത്തുമില്ല. ഇത്രയും നമ്മളെ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോത് നിജം. തെറ്റിദ്ധരുത്തൽ നടത്തുമെന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. അല്ലെ, തെറ്റിദ്ധരുത്തലൊക്കെ നടത്തും. CPM അത് കഴിയുകയും ചെയ്തു. അല്ല, CPM അങ്ങനെ ഒരു പാർട്ടിയാണ്, തെറ്റിദ്ധരുത്തൽ നടത്തും, അതിന് അങ്ങനെ മുന്നോട്ട് വരികയും ചെയ്യും, നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കും. പക്ഷെ അതിന് ഈ പാട്ടിന്റെ പിന്നാലെ പോയി നിങ്ങൾ സമയം മെനക്കെടുത്തരുത്. അത് നിങ്ങളുടെ അല്ലല്ല ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രീ MK ഹരിദാസ് പാട്ടിന്റെ പിന്നാലെ പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന റെജി ലൂക്കോസ്. പക്ഷെ അതേ സമയത്ത് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനവും വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കേ പോകുള്ളൂ, പോലീസിലേക്ക് പോകില്ല. പക്ഷെ പോലീസിലേക്ക് പോകുമ്പോൾ അല്ലല്ല, പോലീസിലേക്ക് പോകാൻ വേറെ ആൾക്കാരുണ്ട്. അതാണല്ലോ ഈ പറയുന്ന ഏതൊരു സംഘടനയുടെ പേരിൽ ഇപ്പോൾ ഒരു പ്രസാദ് കുഴിക്കാല കൊടുത്തിരിക്കുന്ന പരാതി. അത്ര മതിയല്ലോ, അത് CPM നേരിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹരിദാസ്, എനിക്ക് റെജി ലൂക്കോസിനോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ അങ്ങേയറ്റം തോറ്റമ്പിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പാരഡി ഗാനത്തിനെതിരെ കേസെടുക്കാൻ മുതിരുമായിരുന്നില്ല. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ അങ്ങേയറ്റം നമ്മൾ പറയില്ലേ, ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു തോൽവി നേരിട്ടപ്പോ അങ്ങാടിയിൽ തോറ്റതിനെ അമ്മയുടെ നെഞ്ചത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേസാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. എനിക്ക് സത്യത്തിൽ മഞ്ജുഷ, ഈ രാജു എബ്രഹാമൊക്കെ ഞാനൊക്കെ മനസ്സിലേറ്റിയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തെ പോലൊരു വ്യക്തിയൊക്കെ ഇന്ന് ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത് കണ്ടപ്പോൾ എനിക്ക് അങ്ങേയറ്റം എനിക്ക് പുച്ഛം തോന്നി. എങ്ങനെയാണ് അതും അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രായം എന്തോ ആവട്ടെ, ഊർജ്ജസ്വലതയുള്ള ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലൊക്കെ പാർട്ടിക്ക് തോൽവി നേരിട്ടത്? ശബരിമല എന്ന ഇവിടുത്തെ കേരളത്തിലെ ഏകദേശം ഒരു നാനാജാതി മതസ്ഥരും മനസ്സിലേറ്റുന്ന ഒരു 2 കോടി ജനങ്ങളുടെ ഒരു വികാരമാണ് ശബരിമല. ശ്രീ റെജി ലൂക്കോസ്, അതിന്റെ നെഞ്ചത്തേക്കാണ് നിങ്ങൾ വലിയൊരു ആണി അടിച്ചിറക്കിയത്. അത് അമ്മിണിയെയും ബിന്ദുവിനെയും അവിടെ തൊഴാൻ കയറ്റിയതായാലും അവിടുത്തെ മുതൽ കട്ടിട്ടായാലും നിങ്ങൾ നടത്തിയ ഒരു നിങ്ങൾ ഈ ആരോപണങ്ങൾ പറഞ്ഞതിന് ശേഷം ഞങ്ങളല്ലേ അധികാരത്തിൽ വന്നേ. അപ്പൊ നിങ്ങൾ ജനങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാണോ? ദേ ആർ നോട്ട് ഫൂൾസ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കേ. നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിനാണ്. അതിനകത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾ എന്തുകൊണ്ട് ബോധ്യപ്പെടുത്തുന്നില്ല? നിങ്ങൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 2021 കഴിഞ്ഞ ഒറ്റ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നൈപുണ്യം കൊണ്ടാണെന്ന് താങ്കൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? മൂന്നാമതും ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയത് അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യം കൊണ്ടാണോ, അതോ താങ്കൾ കാണുന്ന ന്യൂനതകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? അതേമാതിരി യോഗി ആദിത്യനാഥ് രണ്ടാമതും അധികാരത്തിൽ കയറിയത് അദ്ദേഹത്തിന്റെ അതിനു മുമ്പുണ്ടായിരുന്ന ഭരണ നൈപുണ്യം കൊണ്ടാണോ? അപ്പൊ നൈപുണ്യം കൊണ്ട് മാത്രമാണ് ജനങ്ങളുടെ മുമ്പ് ഞങ്ങൾ അവതരിപ്പിച്ച സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളും കാരുണ്യമാണ് ഞങ്ങളെ വീണ്ടും ജനങ്ങൾ അധികാരത്തിലെത്തുന്നത്. നിങ്ങളൊക്കെ അവർ കേട്ടു. അവര് 2026 ഞങ്ങളെ അധികാരത്തിലെത്തിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: പോറ്റിപ്പാട്ട് വർഗീയ ധ്രുവീകരണത്തിനെന്ന് CPM യോജിക്കുന്നുണ്ടോ? ഇല്ല എന്ന് 18% പ്രേക്ഷകർ. യോജിക്കുന്നത് 18% പ്രേക്ഷകർ, യോജിക്കാത്തവർ 79%. അവസാനിക്കുന്നു. നന്ദി.